റിപ്പോർട്ടറിന്റെ പോരാട്ടത്തിൽ മുട്ടുമടക്കി മെറ്റ. സെൻസർഷിപ്പ് ചെയ്ത റിപ്പോർട്ടറിന്റെ കാർഡുകൾ എല്ലാം പുനഃസ്ഥാപിച്ചു. റിപ്പോർട്ടറിന്റെ അപ്പീലിലാണ് മെറ്റയുടെ ഇടപെടൽ. മാധ്യമ അടിയന്തരാവസ്ഥയെന്ന വലിയ വിമർശനമായിരുന്നു സർക്കാരിനെതിരെ പ്രതിപക്ഷവും ഉയർത്തിയത്. MDMA കേസ് പ്രതികൾക്ക് മുഖ്യമന്ത്രി VD സതീശനുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന വാർത്തയാണ് റിപ്പോർട്ടർ ടിവിയുടെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് 4 ദിവസം മുൻപ് ആദ്യം അപ്രത്യക്ഷമായത്. തുടർന്ന് മിന്നൽ വേഗത്തിൽ VD സതീശനുമായി ബന്ധപ്പെട്ട എല്ലാ കാർഡുകളും അപ്രത്യക്ഷമായി. മെറ്റയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയ കാർഡുകൾക്കും വിലക്ക് വീണു. ആദ്യ ദിവസം മുതൽ എന്തുകൊണ്ട് കാർഡുകൾ നീക്കിയെന്നതിന് വ്യക്തമായ മറുപടി മെറ്റ നൽകിയിരുന്നില്ല. കോടതിയോ സർക്കാരോ നിർദ്ദേശിച്ചാൽ മാത്രമേ കാർഡുകൾ നീക്കം ചെയ്യൂ എന്ന് മാത്രമാണ് മെറ്റ നൽകിയ വിശദീകരണം. IT നിയമം ദുരുപയോഗം ചെയ്തുള്ള ഈ നടപടിക്കെതിരെ മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചുള്ള പോരാട്ടമാണ് റിപ്പോർട്ടർ TV നടത്തിയത്. ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയ നേതാക്കളും ആ പോരാട്ടത്തിനൊപ്പം നിന്നു. അങ്ങനെ 4ാം നാൾ മെറ്റ കീഴടങ്ങി. പിൻവലിച്ച എല്ലാ കാർഡുകളും ഒരേ സമയത്ത് പുനഃസ്ഥാപിച്ചു. റിപ്പോർട്ടർ TV നേടിയത് ജനാധിപത്യത്തിന്റെ വിജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചാനലുകളിൽ വിമർശനാത്മകമായിട്ട് വരുന്ന കാര്യങ്ങൾ മെറ്റയെ ഉപയോഗിച്ച് ഒഴിവാക്കുന്ന നില സ്വീകരിച്ചു എന്ന് ഞങ്ങളെല്ലാം പറഞ്ഞതാണ്. ആ പറഞ്ഞത് നിങ്ങളുടെ പരാതിയും കൂടി വന്നപ്പോൾ ഇപ്പോൾ പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് മുമ്പ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളതിന്റെ സ്ഥിരീകരണം കൂടിയാണ്. വാർത്താ കാർഡുകൾ പിൻവലിപ്പിക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയെന്നതിൽ മെറ്റ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. അതേസമയം കാർഡുകൾ നീക്കം ചെയ്ത നടപടിയിൽ സംസ്ഥാന സൈബർ പോലീസ് മെറ്റയോട് വിശദീകരണം തേടിയിരുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.